നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മളുടെ ഒരു എന്താ പറയുക അറബിക്ക മടീനിയാണ് കേട്ടോ. ഞാൻ മുന്നൊക്കെ പലതവണ വീഡിയോ അതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിലേറെയായി. 2 വർഷം ആയിട്ടില്ല. കാരണം ഞാൻ ഈ ഷെഡ് ഇവിടെ ഒരു ചെറിയ ഷെഡുണ്ട്, ഗ്രാഫ്റ്റിംഗ് സെൻറ്റർ. ആ ഷെഡിലേക്ക് ചെടികളൊക്കെ കൊണ്ടുവന്നത് ആകെ 2 വർഷം ആവണുള്ളൂ. ആ സമയത്തുണ്ടായിരുന്ന ഒരു ചെറിയ ചെടി, ഇത്ര പോന്ന ഒരു ചെടി, ഇത് അറബിക്കാണ്. ഇങ്ങനെയുള്ള ഒരു അറബിക്കം ചെടി ഞാൻ കവറിൽ വെച്ചതാണ്. ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്നതാണ്, എനിക്ക് അടീനിയത്തെക്കുറിച്ച് വളരെ കുറച്ച് അറിവുള്ളൂ കേട്ടോ. ആ അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ അറബിക്കം അടീനിയം നല്ലത് കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറാണ്. കംപ്ലൈൻറ്റ് പറയാറുണ്ട്, പെട്ടെന്ന് പൊട്ടുന്ന കവർ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ അടീനിയം വെച്ചതായിരുന്നു. ഇത് പെട്ടെന്ന് കീറുന്ന തരം, ഇങ്ങനെ വലിഞ്ഞു പോരും. ഇത് കാണാണ്ട് ഇങ്ങനെ വലിയുന്ന തരം, വലിഞ്ഞു കീറി 2 വെയിൽ തട്ടിയത് പൊട്ടും ചെയ്യും. ഇത് ഒരു കിലോ തൃശ്ശൂരൊക്കെ പോയാൽ 180-200 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. 1 കിലോ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഒരു 20 എണ്ണം 22 എണ്ണം ഒക്കെയാണ് തോന്നുന്നു എൻ്റെ എണ്ണം. അതായത് കട്ട് ഗേജ് കൂടിയതാ. അപ്പൊ ഇത് നമ്മൾ എടുത്ത് ഇത്രയും കിലോ, ഒരു 10 കിലോ മണ്ണുണ്ടാവും. ഈ 10-12 കിലോ മണ്ണുണ്ടാവും. ഈ 10-12 കിലോ മണ്ണ് എടുത്ത് പൊന്തിച്ചാൽ ഈ കവർ പൊട്ടില്ല. സാധാരണ ടൈപ്പ് ഗ്രോ ബാഗോ അല്ലെങ്കിൽ സാധാരണ ടൈപ്പ് ബ്ലാക്ക് കവറാണെങ്കിൽ പൊട്ടും. അങ്ങനെ ഞാൻ ഇത് നട്ടതിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഇതിൻ്റെ ഉള്ളിൽ 1 സ്പൂണ് വാമ്, അതുപോലെ ഒരു 250 മുതൽ 1/2 കിലോൻ്റെ ഇടയിൽ എല്ലുപൊടി, വേപ്പ്, അതെ അത്രയും അളവിൽ 250 ഗ്രാം വേപ്പും എല്ലുപൊടിയും 1/2 കിലോൻ്റെ അടുത്ത് വേപ്പ് മണ്ണാക്കും, പിന്നെ മണ്ണിര കമ്പോസ്റ്റും, ചുവന്ന തരിയുള്ള മണ്ണ്. അതായത് ഇവിടെ ഒരു തെങ്ങിന് കുഴി എടുത്തപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മണ്ണുണ്ടായിരുന്നു, തരി കൂടി. ആ മണ്ണ് മാത്രമാണ് ഇട്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രാസവളങ്ങളുടെ മിശ്രിതം, പിന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കും, പിന്നെ 30-10 ഒഴിക്കും. കഴിഞ്ഞ കൊല്ലം അത് പൂവിട്ടു, ഒരു 2 സീഡ് പോഡ് ഉണ്ടായി. പക്ഷെ മഴയിൽ അത് കംപ്ലൈൻ്റ് ആയി പോയി. ഇനി ഞാനിത് എടുക്കുകയാണ്. ഇത് എത്ര സൈസായിട്ടുണ്ടാവും എന്ന് അറിയാം. 1-2 ആൾക്കാരോട് ചോദിച്ചു, വലിയ അറബിക്കം ചെടി ഉണ്ടോയെന്ന്. വലിയ അറബിക്കം ചെടി ഇവിടെ ഇങ്ങനെ ഇതേപോലെ കവറിൽ നട്ടു കൊടുക്കുക. ഇതൊരു അറബിക്കം ചെടിയാണ് കേട്ടോ, ഈ ചട്ടിയുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ കവറിലുള്ള ചെടിയാണ്. ഈ കവർ എനിക്ക് കീറുന്നതിൽ വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് കട്ടിയുള്ള കവറാണ്. പക്ഷെ അതിന് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇളക്കി പറിച്ചാലോ? എന്താ വേണ്ടത്? ഇളക്കി പറിച്ചു നോക്കാം. ഇളക്കി പറിക്കുമ്പോൾ നമുക്കൊന്ന് അങ്ങനെ ആവുമ്പോൾ കവർ നാശമാക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ചെടീനെ നന്നായിട്ടൊന്ന് ഇടിച്ച് ആ മണ്ണ് ഇളക്കുകയാണ് കേട്ടോ. അത് പിന്നെ കവർ നാശമാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. മണ്ണൊക്കെ ഒന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് സെറ്റാക്കുകയാണ്. എന്നാൽ പിന്നെ കവർ നാശമാക്കാണ്ട് നമുക്ക് പുതുതായിട്ട് തന്നെ ചെയ്യാം. അങ്ങനെ ഏകദേശം മണ്ണ് ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാനത് മെല്ലെ ഒന്ന് വലിച്ച് പറക്കുകയാണ് കേട്ടോ. ക്യാമറയെ ഒന്ന് അതിൽ കാണിച്ചോളൂ. മെല്ലെ എടുത്ത് ഇതാണ് അടീനിയം അറബിക്കപ്പൻ്റെ കൈകളിൽ കേട്ടോ. നിറച്ച് പറ്റുവേരുകൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് നമ്മളൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പറ്റുവേരുകളൊന്നും ഞാൻ തൽക്കാലം കളയുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ പറ്റുവേരുകൾ ഇതിൻ്റെ മുകളിലും താഴെയൊക്കെ പറ്റുവേരുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ വീണ്ടും ഒരു കവറിലേക്ക് റീപോർട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നല്ല, ഇതിൻ്റെ ഇപ്പം ഞാൻ വേര് ഞാനല്ലേ ഇത് നന്നായി ഇടിച്ച് മണ്ണൊക്കെ ഇളക്കി പറിച്ച കാരണം വേരുകളൊന്നും പൊട്ടിയിട്ടില്ല. വേര് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്തുനിന്ന് പശ വരും, വേരിൻ്റെ അറ്റത്തുനിന്ന് പശ വരും. ആർക്കെങ്കിലും ഇങ്ങനത്തെ അറബിക്കം വേണമെങ്കിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരും കേട്ടോ. നേരിട്ട് വിളിക്കുക, ഫോൺ നമ്പർ അതിലുണ്ട്. നേരിട്ട് വിളിച്ചാൽ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വലിയ അറബിക്കം ചെടികൾ. ഇതിന് പൂവിനല്ല പ്രാധാന്യം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തൽക്കാലം അത് വാഷ് ചെയ്ത് കഴിഞ്ഞു. ആ പൈപ്പൊന്ന് ഓഫാക്കിയാൽ നന്നായിരുന്നു, വെള്ളം നഷ്ടപ്പെടുത്തണ്ട. എന്താ അപ്പോൾ ഇത് നമ്മൾ പറിച്ചിട്ട് ഇതിൻ്റെ പറ്റുവേരുകൾ ഇവിടെ ലേശം ഒരു തൊലി പോയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ലേശം സാഫ് എന്തെങ്കിലും അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാലും മതി. ഇപ്പോൾ ഈ പറ്റുവേരുകൾ ഇവിടുന്ന് ഞാൻ മുറിക്കാത്തതിൻ്റെ കാരണം, പറ്റുവേരുകൾ മുറിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഞാനത് റീപോർട്ട് ചെയ്യുമ്പോൾ ഒരു ഇത്ര പൊന്തിച്ച് വെക്കും.
അല്ല, എനിക്ക് ഇത് നല്ലോണം വണ്ണത്തിലാണ് ഇനിയും വരേണ്ടതെങ്കിൽ ഞാൻ ചെയ്യുന്ന പണി എന്താ അറിയോ? അതായത് ഈ എത്രയാണോ ഇതിൻ്റെ മണ്ണുണ്ടായിരുന്ന സ്ഥലല്ലേ, അത്രയും ആഴത്തിൽ വീണ്ടും കുഴിച്ചിടുക. ഇത് വീണ്ടും ഞാൻ കുഴിച്ചിടുമ്പോൾ ഇത്ര ആഴത്തിൽ തന്നെ കുഴിച്ചിടും. അപ്പോൾ അടിയിൽ എന്തൊക്കെ ഇടും? ഒരു സ്പൂണ് വാമിടും, കുറച്ച് എല്ലുപൊടിയും വേപ്പ് മണ്ണാക്കും ഇട്ട് കൊടുക്കും. പിന്നെ ഇടയ്ക്ക് ഞാൻ രാസവളങ്ങളും. ഇപ്പോൾ കുഴിച്ചിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ രാസവളമൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ എന്ത് വെച്ചാൽ ഈ മണ്ണ് ഇവിടെ തട്ടും, ഈ മണ്ണ് ഇവിടെ തട്ടിയിട്ട് കുറച്ച് വളം മിക്സ് ചെയ്ത് വെച്ചത് ഇവിടെ ഉണ്ട്. പെർലൈറ്റും വെർമിക്കുലേറ്റും എല്ലുപൊടിയും വേപ്പ് മണ്ണാക്കും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച്. അത് ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഞാൻ ഇതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിങ്ങും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പറ്റുപേര് മുറിക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഞാൻ 2 രീതിയിൽ റിപ്പോർട്ട് ചെയ്യും. ഒന്ന് ഇതേ അളവിൽ വീണ്ടും വയ്ക്കും. അപ്പോൾ ഈ കോഡക്സിൻ്റെ ഈ ഭാഗമല്ലേ, ഇത് വീർത്ത് വീണ്ടും വരും. ഒരു 2 കൊല്ലം കൂടി അടുത്ത്, അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം കൂടി ഇതേപോലെ കവറിൽ വെക്കുക. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറിലാവുമ്പോൾ ഇതിന് ഇങ്ങനെ വൈഡായിട്ട് തിക്കായി വരാൻ പറ്റും. ചട്ടിയിലാവുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചട്ടിയിലുള്ള ചെടിക്ക് ഈ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പിന്നെ ചട്ടി തള്ളി നിൽക്കുന്നത് കാണാൻ ചില സ്ഥലത്ത്. പിന്നെ ഇവിടെ ഞാൻ പറ്റുവേരുകൾ മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറ്റുവേരുകൾക്ക് ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആഹാരം വലിക്കാനുള്ള കഴിവുണ്ട്. ഞാൻ ഇത് വീണ്ടും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഈ പറ്റുവേരുകളിലൂടെയും ആഹാരം വലിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് റീപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കോഡക്സ് വലുതാവാനുള്ള റീപ്പോർട്ടിംഗ് ആണ് ചെയ്യണമെങ്കിൽ, ആദ്യത്തെ 1.5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള റീപ്പോർട്ടിംഗ് ആണെങ്കിൽ ഈ പറ്റുവേരുകളൊന്നും മുറിക്കരുത്. കാരണം നിങ്ങൾക്ക് വീണ്ടും വണ്ണം വെക്കണം. ഇതിപ്പോൾ ഈ ഒരു അറബിക്കത്തെ സംബന്ധിച്ച് വലിപ്പം എന്ന് പറയാൻ വയ്യ, ഇത് ചെറുതാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നല്ല വണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് കാലം 2-3 കൊല്ലം കൂടി ഈ സാധനം കോഡക്സ് ഇത്രയും ഭാഗം അടിയിലേക്ക് വെച്ചിട്ട് വണ്ണം വെക്കണം, അത് കുഴിച്ചിടണം. അപ്പോൾ ഞാൻ ഇത് പറ്റുവേര് മുറിക്കുന്നില്ല എന്ന്. ആ പറ്റുവേര് മുറിക്കാതെ ഞാൻ ഈ ഗ്രോ ബാഗിൽ തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൽ എല്ലുപൊടിയും വേപ്പ് മണ്ണാക്കും വെർമിക്കുലേറ്റും പെർലൈറ്റും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത സാധനം ഇവിടെ ഇരിക്കുന്നത് അത് ഇതിലേക്ക് ചേർക്കും. എന്നിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ട് വെയിലത്താണ് വെക്കുന്നത് കേട്ടോ, തണലത്തൊന്നും വെക്കുന്നില്ല. കാരണം ഇതിൻ്റെ വല്ല നനവൊക്കെ ഉള്ളതൊക്കെ മാറിപ്പോവും പെട്ടെന്ന്. ഇതിന് വെയിലത്ത് വെച്ചിട്ട് വേര് പിടിക്കില്ല എന്നല്ല, അതുവരെ മണ്ണിട്ട് കാരണം ചെടിക്ക് യാതൊരു കേടും സംഭവിക്കില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അടീനിയത്തിന്റെ അറബിക്കം പോലത്തെ സാധനങ്ങൾ വീണ്ടും വണ്ണം വയ്ക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുള്ള ഇത്രയും നല്ല വണ്ണായിട്ടുള്ള അറബിക്കം കണ്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ ഈ സാധനങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ഇത്തരം ചെടികൾ വേണമെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.